ഓഗസ്റ്റ് 5-നാണ് അത് സംഭവിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 2700 മീറ്റർ ഉയരെയുള്ള ഗ്രാമമായ ധരാലിയിലേക്ക് പാറക്കൂട്ടങ്ങളും വെള്ളവും ചെളിയും കുത്തിയൊലിച്ചു വന്നു. ടൂറിസ്റ്റുകളുടെ ഇഷ്ടസങ്കേതം ഒന്നാകെ മണ്ണിനടിയിൽ പുതഞ്ഞു. ഗ്രാമത്തെ നദിയിലേക്ക് വാരിയെടുത്തു കൊണ്ടുപോയി മലവെള്ളപ്പാച്ചിൽ. ഹിമാലയത്തിലെ നാലമ്പല ദർശനത്തിന് പേരുകേട്ട ഗംഗോത്രി യാത്രയ്ക്കുള്ള സഞ്ചാരപാത. ധരാലിയുടെ കൊച്ചു ടൗണിലെ ഹോട്ടലുകളും ഹോം സ്റ്റേകളുമാണ് തീർത്ഥാടകരുടെയും ടൂറിസ്റ്റുകളുടെയും ആശ്രയസ്ഥാനം. അവിടേക്കാണ് മലയൊന്നാകെ പൊട്ടിത്തകർന്ന് ഒലിച്ചു വന്നത്. കനത്ത മഴയാണ് ഉത്തരാഖണ്ഡിലും ഹിമാചലിലും. ധരാലിയിൽ ഗ്രാമീണരും ടൂറിസ്റ്റുകളും അടക്കം നിരവധി പേരെ കാണാനില്ല ഇപ്പോഴും. 50 അടിയോളം ഉയരത്തിലേക്ക് ചെളി വന്നു മൂടിയതിനാൽ ഇനി ആളെ കണ്ടെത്തുക ദുഷ്കരമാണ്. ഭൂരിഭാഗവും മരിച്ചിരിക്കാമെന്നാണ് നിഗമനം. 100ഓളം പേർ മിസ്സിംഗ് ആണെന്നും 1400 പേരെ രക്ഷപ്പെടുത്തിയെന്നും സർക്കാർ പറയുന്നു. കൽപ് കേദാർ ക്ഷേത്രമടക്കം തകർന്നു. 150-ലധികം ഹോട്ടലുകളും ഹോം സ്റ്റേകളുമുള്ള ഇവിടെ യഥാർത്ഥ ദുരന്തവ്യാപ്തി ഇനിയും പുറത്തു വന്നിട്ടില്ലെന്ന് ചുരുക്കം. സിക്കിം, അസം അടക്കമുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ബംഗാളിലുമെല്ലാം 3 ആഴ്ചയായി കനത്ത മഴയാണ്. ഹിമാചലിൽ പേമാരിയും മണ്ണിടിച്ചിലും കനത്ത നാശം വിതച്ചു. ഹിമാചലിലെ 8 ജില്ലകളെയും ഉത്തരാഖണ്ഡിലെ 11 ജില്ലകളെയും മഴക്കെടുതി സാരമായി തന്നെ ബാധിച്ചു. ജൂലൈയിൽ 2 സംസ്ഥാനങ്ങളിലുമായി ജീവൻ നഷ്ടമായവരുടെ എണ്ണം 130-ലധികമാണ്. ധരാലിയടക്കം ഉത്തരാഖണ്ഡിൽ 38 മിന്നൽ പ്രളയങ്ങൾ, 24 മേഘവിസ്ഫോടനങ്ങൾ, 22 മലയിടിച്ചിലുകൾ. ഹിമാചലിൽ 23 വെള്ളപ്പൊക്കം, 19 മേഘവിസ്ഫോടനം, 16 മലയിടിച്ചിൽ. ഉത്തരകാശി, തെഹരി, ചമോലി, രുദ്രപ്രയാഗ് എന്നിവിടങ്ങളിലാണ് രൂക്ഷത. 2018 മുതൽ ഹിമാചൽ 148 മേഘവിസ്ഫോടനങ്ങൾക്കും 294 മിന്നൽ പ്രളയങ്ങൾക്കും 5000-ലധികം മലയിടിച്ചിലുകൾക്കും സാക്ഷിയായെന്നാണ് സർക്കാരിൻ്റെ തന്നെ പഠന റിപ്പോർട്ട്. അണക്കെട്ട് സുരക്ഷ സംബന്ധിച്ച കേന്ദ്ര ജല കമ്മീഷൻ CWCയുടെ പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് അധിക ദിവസമായില്ല ധരാലിയിലെ ദുരന്തത്തിന്. ഹിമാലയത്തിലെ മഞ്ഞുരുക്കവും മേഘവിസ്ഫോടനങ്ങളും ഉരുൾപൊട്ടലും അണക്കെട്ടുകളിലേക്കുള്ള ജലമൊഴുക്ക് കൂട്ടിയെന്നും ഡാം സുരക്ഷയ്ക്ക് ഇത് വെല്ലുവിളിയെന്നുമാണ് പഠനം. അരുണാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, സിക്കിം, കശ്മീർ സംസ്ഥാനങ്ങളാണ് ജാഗ്രതാ പട്ടികയിലുള്ളത്. 329ഓളം ഗ്ലേസിയർ തടാകങ്ങളുള്ള ഹിമാലയൻ മേഖലയിൽ 1990-നും 2020-നുമിടെ ഹിമാനികൾ ഉരുകിയുള്ള തടാക വിസ്തൃതി 70% വർദ്ധിച്ചുവെന്നാണ് പഠനം. 2023-ൽ സിക്കിമിലുണ്ടായ ടീസ്റ്റ ഡാം തകർച്ചയും 2021-ലെ ചമോലി മേഘവിസ്ഫോടന ദുരന്തവും പഠനത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സിക്കിം സൗത്ത് ലൊണാക് തടാകം മഴയെ തുടർന്ന് നിറഞ്ഞു കവിഞ്ഞാണ് 2023-ൽ ടീസ്റ്റ ഡാം ഒലിച്ചുപോയത്. കേദാർനാഥ് അടക്കമുള്ള ചൊരാബാഡി ഗ്ലേസിയർ തടാകത്തിന്റെ വിസ്തൃതി 1976-നും 2016-നുമിടെ കാര്യമായി വർദ്ധിച്ചുവെന്നും പഠനത്തിലുണ്ട്. 6000-ഓളം ചെറുതും വലുതുമായ ഡാമുകളുള്ള ഹിമാലയൻ നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ സ്ഥിതി ഗുരുതരമെന്നതാണ് ആഘാത പഠനം. ആറ് ഹിമാലയൻ സംസ്ഥാനങ്ങളിലെ 100-ലധികം അണക്കെട്ടുകളിൽ വെള്ളം മുങ്ങുമെന്ന ആഘാത പഠനം പുറത്തുവന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഉത്തരാകാശിയിലും കശ്മീരിലെയും ദുരന്തം. ജമ്മു ഡിവിഷനിലെ കിസ്ത്വാഡ്, ചഷോത്തിയിലെ മേഘവിസ്ഫോടന വ്യാപ്തിയും വലുത് തന്നെ. 60-ലധികം മരണം, 80ഓളം പേരെ കാണുവാനില്ല. കഴിഞ്ഞ 2 ദിവസം മുൻപ് വീണ്ടും കശ്മീരിൽ മേഘവിസ്ഫോടനമുണ്ടായി. 10 പേർ മരിച്ചു.
അരുണാചലും ഉത്തരാഖണ്ഡും ഹിമാചലും സിക്കിമും കശ്മീരും അടക്കം ജാഗ്രതാ പട്ടികയിലുള്ളപ്പോഴാണ് പുതിയ സംഭവങ്ങൾ. ഏതായാലും സുന്ദരദേശം എന്ന പേരുകേട്ട ഹിമാലയൻ ഗ്രാമങ്ങൾ ദുരന്ത താഴ്വരകളായി മാറാതിരിക്കട്ടെ.